ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. മക്കൾക്ക് സുഖമില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ഓർഡർ വർക്കുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ട്, അതും ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് എഡിറ്റിംഗ് ആണ് നല്ലൊരു ടൈം എടുക്കുന്ന ടാസ്ക്. അപ്പം അങ്ങനെ ഓരോന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ അജ്രക്കിൻ്റെ നല്ലൊരു പ്രിൻറ്റിൽ, സെൽഫ് പ്രിൻറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അത് 2 പാർട്ടായിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നെക്കിൻ്റെ വൈഡ് 4.5 ഇഞ്ച് നെക്ക് വൈഡ്, 4.5 ഇഞ്ചാന്ന് തോന്നുന്നു നെക്ക് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. 4.5 അല്ലെങ്കിൽ 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി ബ്രോഡ് നെക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇതൊരു ബോട്ട് നെക്ക് മോഡലിലാണ് ചെയ്യുന്നത്. കുറച്ച് ബ്രോഡ് നെക്കാണ്, അപ്പം അതുകൊണ്ടാണ് അത്രയും വൈഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവെടുക്കുക. എന്നിട്ട് ഞാനിവിടെ അടുത്തത് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആം ഹോള് 7.5 ആണ്. 7.5 ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആം ഹോളും. അത് 7.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 7.5 വേണ്ട, 7.25 മതിയായിരിക്കും. അപ്പം ആം ഹോളും അത്ര തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നോർമൽ അങ്ങനെയാണ് വരാറുള്ളത്. അത് മാർക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഇത് യോക്കിനുള്ള പാറ്റേൺ ആണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. അതായത് യോക്ക് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ യോക്കിൽ വർക്ക് കൊടുക്കുന്നുണ്ട്. ആ യോക്കിൻ്റെ പാറ്റേൺ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ യോക്ക് ഇത്രയും ബ്രോഡായിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പാറ്റേൺ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആം ഹോളിൻ്റെയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് ആ ആം ഹോളിൻ്റെ അളവ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും ഭാഗത്ത് വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളത് ഡ്രോ ചെയ്താൽ മാത്രമാണ് നമുക്കത് വർക്കിൻ്റെ വീതിയും ഇറക്കവും എവിടെ വരെ വരണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഒരു 14 ഇഞ്ച് ആണ് യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് യോക്ക് നിന്നാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ലെങ്ത്ത്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള ലെങ്ത്ത് എടുക്കണം കേട്ടോ. യോക്കിൻ്റെ ലെങ്ത്ത് ആം ഹോളിൻ്റെ താഴെയായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക്, അതായത് നമ്മുടെ പ്രിൻസസ് കട്ടൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഒരു ഇതാണ്, ഒരു വി പാറ്റേണിലാണ് ഞാൻ ആ നെക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഭാഗത്തേക്ക് അവിടുന്ന് താഴോട്ട് ഒരു 14 ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഈ അളവ് നോക്കണ്ട, നിങ്ങൾക്കിഷ്ടമുള്ള അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ എവിടെയൊക്കെ വന്നാൽ ഭംഗി ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എവിടെ നിന്ന് എവിടെ വരെ അതിൻ്റെ അളവ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. അതിനുശേഷം ആ ആം ഹോളിൻ്റെ അവിടെ എത്ര ഭാഗത്താണോ കട്ടിങ് വരുന്നത് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ താഴെയിട്ടുള്ള പീസ് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഓക്കെ, ഈ വി പാറ്റേണിലോട്ടാണ് വരുന്നത്. ഈ വി പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അതവിടെ കട്ട് ചെയ്ത് പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് ഒറിജിനൽ കോട്ടൺ അജ്രക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ള് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു 1/2 മീറ്ററായിട്ട് മുറിച്ച് മേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ച് മേടിച്ച ഒത്തിരി പീസുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ബാലൻസ്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന നല്ല മെറ്റീരിയലുകളൊക്കെ ഞാനിതുപോലെ യോക്കിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പം ഇത് അങ്ങനെയുള്ളതല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് തന്നെയാണ്. ഏകദേശം എങ്ങാണ്ട് ഒരു 300 രൂപ അടുത്തെങ്ങാണ്ട് വരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് പെർ മീറ്റർ പ്രൈസ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 1/2 മീറ്റർ മേടിച്ചിട്ട് ഇത് യോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ, ഇത് എപ്പോഴും കാണാത്ത ടൈപ്പ് ഒരു പ്രിൻ്റാണ്.
മോസ്റ്റ്ലി എപ്പോഴും കാണാറില്ല. ഇത് ബ്ലാക്കിൽ എപ്പോഴും കാണാറില്ല. വേറെ കളറുകളിലൊക്കെ കാണാറുണ്ട്, പക്ഷെ ബ്ലാക്കിൽ കാണാത്തത് കൊണ്ട് ഞാൻ ബ്ലാക്ക് കണ്ടപ്പം മേടിച്ചതാണ്. ഇത് അതിൻ്റെ പാരമീറ്ററല്ലേ ഉള്ളൂ. അപ്പം ആ വർക്കിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഈ യോക്ക് വെച്ചിട്ട് യോക്കിൻ്റെ പാറ്റേൺ നമുക്ക്, അതായത് അതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് യോക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അത് സെൻട്രലൈസ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെ വരണം എന്ന് ഒന്ന് പ്ലാൻ ചെയ്യാം. ആ പ്രിൻ്റ് ഭംഗിയായിട്ട് തന്നെ അത് കയറി ഇറങ്ങി പോകാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ വെച്ച് നമ്മൾ ഡ്രോ ചെയ്ത് എടുക്കുക. ആ പാറ്റേണിൻ്റെ അളവിലേക്ക് ഡ്രോ ചെയ്ത് എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഡ്രോ ചെയ്തിട്ടുള്ളതെല്ലാം ഡ്രോ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലിനി നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. അതായത് നമ്മൾ തയ്യൽ തുമ്പ് മടക്കി അടിക്കാനുള്ള ഭാഗം ഇത്രയും പോർഷനാണ് നമുക്ക് വർക്ക് വരാവുള്ളൂ. ഇനി നമുക്ക് മടക്കി അടിക്കാനുള്ള ഭാഗം നമുക്ക് ഹാൻഡ് വർക്ക് കൊടുക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തെടുക്കേണ്ട ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പേപ്പറിൽ ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫിനിഷിങ് താഴെ ഭാഗം മാത്രം ഇതുപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് പുറത്തേക്ക് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വരച്ചതിന് ശേഷം വേണം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നെക്കിൻ്റെ പോർഷൻ അങ്ങനെ തന്നെ വിടുവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്കിൻ്റെ പോർഷൻ എൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിൽ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നെക്കിന് വേറെ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല കേട്ടോ. അതായത് വർക്ക് ചെയ്ത് വിടേണ്ട ഭാഗം ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ താഴെ ഭാഗം മാത്രമാണ് അങ്ങനെ ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 മീറ്ററേ ഉള്ളൂ. ഇത് ഫ്രെയിമിൽ കിടക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ വേറെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇത്രയും വലിയ വർക്കായതുകൊണ്ട് അത് സ്യൂട്ട് ആകുമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ. ഫ്രെയിമിൽ സ്യൂട്ട് ആകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾക്ക് ആ ഷോൾഡറൊക്കെ കവർ ചെയ്ത് വരണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കും ഷോൾഡറൊക്കെ അത്യാവശ്യം ബ്രോഡാണ്. അതുകൊണ്ട് അത് കവർ ചെയ്ത് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു പീസ് ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് സാരിയുടെയൊക്കെ ഹാൻഡ് വർക്ക് വരാനുണ്ട് കേട്ടോ. അപ്പോൾ സാരിക്കൊക്കെയും ഇതുപോലെ തന്നെയാണ് നമ്മൾ സൈഡിൽ എൻഡിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം. അതായത് വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വീതി പോകാതെ വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നീളത്തിലുള്ള പീസ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കൊടുത്ത് പോയാൽ മതി ഹാൻഡ് വർക്കിലാണെങ്കിൽ. അപ്പം അതെല്ലാവരും ഒന്ന് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പം അത് കവറായി വരുന്നുണ്ട്. പിന്നെ ബാക്കി എൻഡ് പോർഷനൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് ഈ ഇഴപ്പ് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് എനിക്ക് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനകത്തേക്ക് ഒരുപാട് മെനമണിയാനായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പം ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഒത്തിരി ആഗ്രഹിച്ച് ചെയ്തൊരു വർക്കാണ്. അതിപ്പോൾ നിങ്ങളെ ഇത് വീഡിയോയിൽ അത്ര കണ്ട് കാണുന്നില്ല. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ഷോർട്സിലൊക്കെ ആണെങ്കിലും ഒത്തിരി വ്യൂസൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ആ ഭംഗി ശരിക്കും ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം ഏതായാലും ഞാനിത് കാണിക്കാൻ ഉദ്ദേശിച്ചല്ല, അതുകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പം ഞാനത് ഇതിലോട്ട്, അതായത് ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരുന്ന ലൈൻ, അതായത് ഈ ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ചു കൊടുത്ത ലൈനിൻ്റെ ഉള്ളിലായിട്ട് എവിടെയൊക്കെ വർക്ക് വരണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. അവിടെ വേണമെങ്കിൽ മിറർ കൊടുക്കണമെങ്കിൽ മിറർ കൊടുക്കാം. ഒത്തിരി മിറർ വർക്കൊക്കെ ഉള്ള കണ്ടിട്ടുണ്ടല്ലേ. അതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഈ റൗണ്ട് ഫ്രെയിമിലായിരിക്കില്ല എന്ന് മാത്രം, അത് ആരിക്കോട്ടിലിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആരിക്കോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഏരിയാസ് കവർ ചെയ്ത് വരുന്നത് ഇതുപോലെ യോക്ക് പോർഷനായിട്ട് ആ യോക്ക് മാത്രമായിട്ട് ഒരു 3-4 യോക്ക് അറ്റാച്ച് ചെയ്ത് ഒക്കെ ചെയ്യും. ഹോൾസെയിലൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതായത് യോക്ക് ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ പാറ്റേൺ ഡ്രോ ചെയ്തിട്ട് എല്ലാത്തിലേക്കും മൊത്തത്തിൽ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് ഒറ്റ കോട്ടിലിട്ട് ഒരു 3-4-5 6 പീസ് നെക്ക് ഒരുമിച്ച് ചെയ്യും. അങ്ങനെയാണ് ഹോൾസെയിലായിട്ട് അതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സെൽഫ് യൂസിന് അല്ലെങ്കിൽ ഒരാൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ളവരാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഈ ഒന്നുകിൽ കോട്ടിലിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ ചെറിയ പീസൊക്കെ നമുക്ക് കോട്ടിലിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഈ ആരി സ്റ്റാൻഡ് പോലെയുള്ള ചെറിയ കോട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ, അതായത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു കോട്ടാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ വരുന്നുണ്ട്. ഇതിപ്പം ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം ആ പ്രിൻറ്റിൽ, അതായത് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്ത ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന പ്രിൻറ്റിൽ എല്ലാത്തിലും ആ നീളത്തിലുള്ള ലെങ്ത്ത്, ആ ലെങ്ത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ യു ഷേപ്പിൽ വരുന്ന, ആ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന യു ഷേപ്പിൽ എല്ലാത്തിലും തന്നെ ആരി വർക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സ്ട്രൈറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. ലോക്കിട്ട് ചെയ്ത് കൊടുത്ത് പോയാൽ മതി. വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ സിക്സാക് സ്റ്റിച്ചോ അങ്ങനെയുള്ള വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റിച്ചുകളൊന്നും വരുന്നില്ല. ഇതുപോലുള്ള വർക്കുകളെല്ലാം തന്നെ മെയിനായിട്ടും ചെയ്യുന്ന ആരിയിൽ വരുമ്പോഴത്തേനും ചെയിൻ സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെൽഫ് എംബ്രോയ്ഡറി വരുന്നതല്ലേ ഇത്. നമുക്ക് സെൽഫ് എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയലുകളിലെല്ലാം തന്നെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ എംബ്രോയ്ഡറി യോക്കിൻ്റെ പാറ്റേൺ, ഇപ്പോൾ യോക്കായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ആ യോക്കിൻ്റെ പാറ്റേണിൽ, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലിൽ ഇതേ ടൈപ്പ് വർക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ലപോലെ മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അത് യോക്കിൽ തന്നെ, അതായത് യോക്ക് പോർഷൻ ഡ്രോ ചെയ്തിട്ട്, ഇതുപോലെ ഡ്രോ ചെയ്തിട്ട് അതിൽ വർക്ക് കൊടുത്തേക്കുന്നു. അപ്പം ആ യോക്കും പോർഷൻ മാത്രമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണും. നല്ല ഭംഗിയാട്ടോ. അതിൽ എനിക്ക് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുർത്തിയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, നല്ല വർക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം ഈ ഡിസൈൻ മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പം അജ്രക്കിൻ്റെ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് പ്രിൻ്റിലാണെങ്കിലും, ഇപ്പം ഓർഗൻസ, അതുപോലെ പലതരത്തിലുള്ള പ്രിൻറ്റുകൾ വരുന്നുണ്ട്. ജയ്പൂരി കോട്ടൺ, ഇതിലെല്ലാത്തിലും വരുന്നുണ്ടല്ലോ പലതരത്തിലുള്ള വെറൈറ്റി പ്രിൻറ്റുകൾ. ഈ പ്രിൻറ്റുകളിലെല്ലാം ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ലൈൻ വരുന്നതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നേരിൽ കാണാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെ നെക്കിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുണ്ട്. നോർമലി പ്ലെയിൻ ജോർജറ്റിലൊക്കെയല്ലേ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ജോർജറ്റിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെന്താണോ എല്ലാവരും ചെയ്ത് കാണുന്നതിനോട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നാറില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നതാണെങ്കിലും വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് വെച്ചാൽ ഐഡിയ ഇഷ്ടപ്പെടുന്നവർ, അതായത് പലതരത്തിലുള്ള ഐഡിയാസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയണതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. മനസ്സിലായോ? നമ്മൾ ഒരാൾ ചെയ്തുകൊണ്ട് പോകുന്നത് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയണേ, അതിനൊരു യൂണിഫോമിറ്റി വരും. യൂണീക്കായിട്ട് തോന്നത്തില്ല. അപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും കേട്ടോ. ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ അതിഷ്ടമായിരിക്കും. നമ്മളെവിടെ പോയാലും ശ്രദ്ധിക്കില്ല. ഇത് കാണുന്നവരാണെങ്കിൽ പോലും വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് കാണുമ്പോഴും അതുപോലെ അതിലെന്ത് വർക്കാണ് കൊടുത്തിരിക്കുന്നത്, ആരി വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ പറയണ്ട, എന്തൊക്കെ വർക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ഇതെങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ശ്രദ്ധിക്കും ഇല്ലേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനങ്ങനെ കേട്ടോ. അപ്പം ആ രീതിയിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാം എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇത് ഞാൻ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ച്, ഇതിപ്പോൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അത് വിട്ടുപോയിട്ടോ. ആ പാറ്റേൺ കട്ട് ചെയ്ത അതേ മോഡൽ, അത് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതേ മോഡലിൽ തന്നെ ഞാനിപ്പം ആ യോക്ക് വെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ യോക്ക് തന്നെ നമുക്ക് സെല്ല് ചെയ്യാം കേട്ടോ. ഈ യോക്ക് ഞാൻ എവിടെയോ ഇൻസ്റ്റാ പേജിലാണോ അങ്ങനെ എന്തോ മറ്റോ ഞാനൊരു ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയപ്പോൾ ഒരു റീല് കണ്ടിരുന്നു. ഒരു ബ്രാൻഡ് ഏതോ ഒരു ഷോപ്പിൽ അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ട്, അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്.
എന്നിട്ട് യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സെല്ല് ചെയ്തുന്നത്. അതായത് ഈ രീതിയിൽ തന്നെ. ഇതിനിപ്പം എനിക്ക് തോന്നുന്നത് എന്തോ 250 രൂപ 300 രൂപ ആ യോക്കിന് മാത്രമായിട്ട് 300 രൂപ. സ്ലീവ് വേണം എന്നുള്ളവർക്ക് അതിൽ എക്സ്ട്രാ ചാർജ് ഇട്ടിട്ട് സ്ലീവിൻ്റെ ഒരു പടി പോലെ ആരി വർക്ക് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ എന്ന് തോന്നി അല്ലേ. നിങ്ങൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അങ്ങനെ ഒന്ന് സെല്ല് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ കളറിൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ലല്ലോ. അപ്പം നമ്മൾ ഒരു പാറ്റേൺ തന്നെ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട യോക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട യോക്ക് കസ്റ്റമർക്ക് തിരഞ്ഞെടുക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ വർക്ക് ചെയ്ത യോക്ക്. എനിക്ക് തോന്നുന്നത് ലൈറ്റ് ഉള്ളതിലും കുറച്ചുകൂടെ നല്ലത് ലൈറ്റ് ഇല്ലാതെ കാണുന്നതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് നല്ലത് എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് ഇല്ലാതെ ഒരു വീഡിയോ. ഇത് കണ്ടോ, ഇതിപ്പോൾ സൺലൈറ്റിൽ വെച്ചിട്ട് എടുത്തിട്ട്. അപ്പോൾ ആരി വർക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.